തെരഞ്ഞെടുപ്പിൽ പ്രകടന പത്രിക ഇറക്കാറുണ്ട്. ആ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ എത്ര കണ്ട് നടപ്പാക്കി എന്ന് ജനങ്ങളുടെ മുൻപാകെ കൃത്യമായി അവതരിപ്പിക്കുന്ന രീതി സാധാരണ സ്വീകരിക്കാറില്ല. ജനങ്ങൾ അറിയേണ്ടതാണ് എന്നതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് അത്തരമൊരു നിലപാടിലേക്ക് LDF എത്തിയത്. 2016 തൊട്ട് കേരളത്തിൽ നടന്ന കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായും 2016 അവസ്ഥ എല്ലാവരുടെയും മനസ്സിലുണ്ടാവും. 2016 നമ്മുടെ നാടാകെ വല്ലാത്തൊരു നിരാശയിലായിരുന്നു. അതിന് കാരണം സംസ്ഥാനത്താകെയുള്ള ജനങ്ങളുടെ അനുഭവം, അതിൻ്റെ ഭാഗമായി ജനങ്ങളെത്തിയ വിലയിരുത്തൽ, ഇവിടെ ഒരു കാര്യവും നടക്കില്ല, ഈ നാട് ഇങ്ങനെയായിപ്പോയി, ഇതിനൊരു മാറ്റവും ഉണ്ടാകില്ല, ഇത്തരത്തിലുള്ള ശാപവചനങ്ങളായിരുന്നു എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ഉയർന്നിരുന്നത്. ആ സാഹചര്യം മാറ്റുമെന്നായിരുന്നു LDF നൽകിയ വാഗ്ദാനം. ആ മാറ്റം എത്രത്തോളമായി എന്ന് ജനങ്ങൾക്ക് വിലയിരുത്താനുമായി. നേരത്തെ ഉണ്ടായിരുന്ന നിരാശ മാറിപ്പോവുകയും നല്ല പ്രത്യാശയിലേക്ക് ജനങ്ങൾ എത്തുകയും ചെയ്തു. ഇത് വിവിധ മേഖല പരിശോധിച്ചാൽ കാണാൻ കഴിയുന്ന കാര്യമാണ്. ഞാൻ ആ കാര്യങ്ങളുടെ ആകെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. കാരണം നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ സ്വാഭാവികമായും പറയാനുണ്ടാവും. അതിനുള്ള സമയം ലഭ്യമാകണം. നമുക്ക് സാധാരണഗതിയിൽ ഉച്ചയ്ക്ക് മുൻപ്, 1 മണിക്ക് മുൻപ് ഇത് അവസാനിപ്പിക്കുകയും വേണമല്ലോ. അങ്ങനെ വരുമ്പോൾ വളരെ ദീർഘമായി എല്ലാ കാര്യങ്ങളും പരാമർശിച്ചുകൊണ്ടുള്ള ഒരു സംസാരത്തിലേക്കല്ല ഞാനിപ്പോൾ കടക്കാൻ പോകുന്നത്. ഈ കാലയളവ് നമ്മുടെ നാടിനെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള പ്രചരണങ്ങൾ നടന്നൊരു കാലമാണ്. അത് ബോധപൂർവമാണ്. അതിൽ ഒരു ഭാഗം മാത്രമാണ് ഇപ്പോൾ പരാമർശിക്കുന്നത്. നമ്മുടെ നാട് ഈ 9 വർഷമെടുത്താൽ എത്ര കണ്ട് പുരോഗതി നേടാനായി? ചിലരെ സ്ഥാപിക്കാൻ നോക്കുന്നത് നാം വല്ലാത്ത കടക്കണിയിലാണ്, സാമ്പത്തിക വിഷമവൃത്തത്തിലാണ്, നാടിൻ്റെ പുരോഗതിയും നടക്കുന്നില്ല, പദ്ധതികളൊന്നും നടപ്പാവുന്നില്ല,
സാമ്പത്തിക പ്രയാസം കാരണം പദ്ധതികളാകെ വെട്ടി ചുരുക്കുകയാണ്. ഇങ്ങനെയെല്ലാമുള്ള പ്രചരണങ്ങൾ അതിശക്തമായാണ് നാട്ടിൽ നടത്തുന്നത്. നമ്മുടെ നാടിൻ്റെ സാമ്പത്തിക ശേഷിയെക്കുറിച്ച് പറയുമ്പോൾ സാധാരണ സർക്കാരിൻ്റെ കയ്യിൽ വരുന്ന വരുമാനം, അതാണല്ലോ ചെലവുണ്ടത്. അതിലൊന്ന് സർക്കാർ ഉണ്ടാക്കുന്ന തനത് വരുമാനമാണ്. മറ്റൊന്ന് വിവിധ തരത്തിൽ കേന്ദ്ര സർക്കാർ സംസ്ഥാനത്ത് നൽകേണ്ട പണമാണ്. പിന്നൊന്ന് എടുക്കുന്ന കടമാണ്. ഇതിന് സാധാരണഗതിയിൽ നാടിൻ്റെ പുരോഗതി വിലയിരുത്തുമ്പോൾ നമ്മുടെ തനത് വരുമാനം അതിൻ്റെ നില എന്താണ് എന്നത് പരിശോധിക്കേണ്ടതുണ്ട്. 2016 നമ്മുടെ സംസ്ഥാനത്തിൻ്റെ തനത് വരുമാനം 26%. 26% നിന്നിരുന്ന തനത് വരുമാനം ഇപ്പോൾ 73%. അപ്പോൾ നല്ല പുരോഗതി ആർജിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നർത്ഥം. കഴിഞ്ഞ 3 വർഷത്തെ തനത് നികുതി വരുമാനമെടുത്താൽ അതിലും വലിയ വർധനവുണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞു. 3 വർഷം മുൻപ് 47,000 കോടി രൂപയായിരുന്നു. 47,000-ൽ നിന്ന് ഇപ്പോ 81,000 കോടിയിലേക്ക് വളർന്നു. 3 വർഷക്കാലയളവിലുണ്ടായ വളർച്ചയാണ്. ആകെ തനത് വരുമാനം ഈ രീതിയിൽ നോക്കിയാൽ 55,000 കോടിയിൽ നിന്ന് 1,04,000 കോടിയായി വർദ്ധിച്ചു.